ആണ് മാറി മാറി ഭരിച്ചു 5 കൊല്ലം ടേൺ സംവിധാനമാണ്. ഇപ്പം ഈ പ്രാവശ്യമാണ് 10 കൊല്ലമായിട്ട് LDF ഭരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ മന്ത്രിമാർ ലക്ഷക്കണക്കിൽ പെൻഷൻ വാങ്ങിക്കുമ്പോൾ സാധാരണക്കാരെ അസംഘടന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിതാൽ അവൻ്റെ റേഷൻ കാർഡ് കട്ട് ചെയ്ത് കളയും. അല്ലെങ്കിൽ ഒരു 25,000 രൂപയ്ക്ക് ഇന്ന് ഒരു മാരുതി 800 കിട്ടും പഴയത്. ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ്റെ റേഷൻ കാർഡ് കട്ട് ചെയ്ത് കളയും. അല്ലെങ്കിൽ അവനക്ക് മെഡിക്കൽ കോളേജ് പോലും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ അവനക്ക് മരുന്ന് കിട്ടുന്നില്ല. ഇത് മാറി മാറി വരുന്ന 2 സർക്കാരും ഈ അസംഘടന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി ഇവിടെ വന്നിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. യെസ്, വളരെ പ്രസക്തമായുള്ള ഒരു ചോദ്യം. താങ്കൾ കഥാപ്രസംഗത്തിലേക്ക് പോകുന്നതുകൊണ്ട് സാധ്യ മറുപടി പറയും, എന്നിട്ട് താങ്കളിലേക്ക് വരും. അസംഘടിത മേഖല, കേരളത്തിലെ അസംഘടിത മേഖലയ്ക്ക് സഹായം നൽകാൻ, അവർക്കൊരു കൈത്താങ്ങാവാൻ ഇടതും വലതു മുന്നണി സർക്കാരുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശങ്കയെ പൂർണ്ണമായിട്ടും ഞാൻ, അതായത് ചോദിച്ച ചോദ്യം വളരെ ന്യായമായ ചോദ്യമാണ്. ചോദ്യം വളരെ ന്യായമായ ചോദ്യം അല്ല നമ്മൾ പറഞ്ഞിട്ടില്ല, ചോദ്യം ന്യായമായ ചോദ്യമാണ്. കഴിഞ്ഞ 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് അങ്ങനെ ഒരു ചികിത്സാ സഹായ പദ്ധതി പോലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇന്ന് ഈ കഴിഞ്ഞ 1 വർഷം മുമ്പ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ദൂരത്തിൻ്റെ സദസ്സായിട്ട് 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ബസ്സിൻ്റെ അകത്ത് AC ഉൾപ്പെടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ബസ്സിൻ്റെ അകത്ത് ഏരിയ കമ്മിറ്റിയുടെ പ്രചരണം പോലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലേക്കും പിണറായി വിജയനും മംഗവാരൂരും പോലെ പിണറായി വിജയനും കൂടെ മന്ത്രിമാരും ചേർന്ന് കടന്നുപോയി നമ്മളെല്ലാവരും കണ്ട കാഴ്ചയാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. 10 വർഷം മുമ്പ് ആർക്കും ഓടിച്ചെല്ലാവുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിൻ്റെ അകത്ത് ഉൾപ്പെടെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആർക്കും എപ്പോഴും കയറി ചെന്ന് ഓടിച്ചെന്ന ഒരു കാര്യം പറയാവുന്ന ജനങ്ങളുടെ ജനമനസ്സുകളിലുള്ള ഒരു നേതാവ് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു. ആ ഉമ്മൻചാണ്ടി സാറെ ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ സാധാരണക്കാർക്ക് ചികിത്സാ ചെലവ് ഉൾപ്പെടെ, ഞാൻ പറഞ്ഞു തരാം, ചികിത്സാ ചെലവ് ഉൾപ്പെടെ, സപ്ലൈകോയിൽ ഉൾപ്പെടെ നമുക്കറിയാം. ഇന്നത്തെ സപ്ലൈകോയുടെ അവസ്ഥ എന്താ? ഇന്ന് സാധാരണക്കാർ ഒരാൾ സപ്ലൈകോ ചെന്നുള്ള അവസ്ഥ. ഇന്ന് സത്യം പറയാം, ഞാനിപ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹി എന്നൊരു കാര്യം ഞാൻ പറയും. ഇന്ന് നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. +2 കഴിഞ്ഞ കുട്ടികൾ എന്ത് വിദേശത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പോകും. സാധാരണക്കാർക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ചരിത്രത്തിൽ കേരളത്തിൽ ഇത്രയും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കടം വാങ്ങിയതിനുള്ള റെക്കോർഡ് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക്, പോരാട്ടങ്ങൾക്ക് ഞങ്ങളാണ് സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വാരുന്ന സർക്കാരായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഉൾപ്പെടെ സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ എങ്ങനെ കൈയിട്ട് വാരാമോ അങ്ങനെയൊക്കെ കൈയിട്ട് വാരിക്കൊണ്ട് ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടെ കൈയിട്ട് വാരിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് അറുതി വരുത്തുവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, UDF-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നേ മതിയാവൂ. ഓക്കെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അത് നിങ്ങൾ പരിഹരിച്ചില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ. ബാലഗോപാൽ ഉദാഹരണത്തിന് ടാക്സി തൊഴിലാളി, അദ്ദേഹം ഒരു ടാക്സി തൊഴിലാളിയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടാക്സി അല്ല, ഓട്ടോറിക്ഷ തൊഴിലാളി. ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ടാക്സി തൊഴിലാളികളും വാഹനാപകടം ഏതെങ്കിലും കഷ്ടകാലത്തിന് സംഭവിച്ചാൽ 24 ദിവസക്കാലം ഏത് പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിലും ചികിത്സ സൗജന്യമായി കൊടുക്കാൻ ബഡ്ജറ്റിൽ പണം മാറ്റിവെച്ചൊരു ഗവൺമെന്റാണ്. ഇടതുപെട്ട ജനാധിപത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ആളുടെ പേര് പറഞ്ഞേ. ആ പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ആളുടെ പേര് പറഞ്ഞു. ഏതൊരു, ഞാൻ ചോദിക്കട്ടെ പ്രിയ സുഹൃത്തെ, ഏതെങ്കിലും നിങ്ങളിപ്പോൾ ഭവന നിർമ്മാണ പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ പദ്ധതിയുടെ പേരിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പേരിന്റെ കാര്യത്തിലല്ലല്ലോ തർക്കിക്കുന്നത്. അദ്ദേഹം ചോദിച്ചത് ഇവിടെ ഈ ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ അകത്ത് ഈ നാട്ടിൽ അതിന്റെ പിതൃത്വം അടിച്ചു മാറ്റാതിരിക്കുക കുറിച്ചാണല്ലോ നിങ്ങൾ പറയാൻ പോകുന്നത്. നരേന്ദ്രമോദി എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഏതൊരു വിഷയം വന്നാലും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് നരേന്ദ്രമോദിയെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് രാജീവ് ഗാന്ധി ആയാലും മൊറാർജി ദേശായി ആയാലും BP സിംഗ് ആയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന പദ്ധതിയല്ലല്ലോ നമുക്ക് തന്നത്. നമ്മൾ എത്രയോ പദ്ധതികൾ ചോദിച്ചു.
പദ്ധതിയാ നമുക്ക് തന്നത്? കടലാമയും കടൽ മുട്ടയും മാത്രമല്ലേ സാർ നമുക്ക് തന്നത്? എന്താണ് എത്രയോ പദ്ധതികൾ നാടിന് വേണ്ടി പറഞ്ഞു സാർ. ഈ കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയ ഒരു ഗവൺമെന്റ് തന്നെയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. ഞങ്ങൾ ഇവിടുത്തെ വോട്ടോട്ട ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഒരു കാര്യത്തിൽ സന്തോഷം, അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നതിലും ഭംഗിയുണ്ടായിരുന്നു മോദി എന്ന് പറഞ്ഞപ്പോൾ. അത് മനസ്സിൽ നിന്ന് വന്ന പോലെ എനിക്ക് തോന്നി. എന്റെ സഹോദരന് അഭിവാദ്യങ്ങൾ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കടലാമ 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 എന്ന് പറയുന്നുണ്ട്. അത് എയിംസ് ആണ്. എയിംസിന്റെ മാനദണ്ഡം എന്താ? മിനിമം 3 സ്ഥലങ്ങളെങ്കിലും 200 ഏക്കർ വേണ്ടുന്ന 3 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് കേന്ദ്ര ഗവൺമെൻറ് നൽകണം. തർക്കമില്ലല്ലോ ആർക്കും. മിനിമം 3 സ്ഥലങ്ങൾ. 200 ഏക്കർ പോലും കണ്ടെത്താൻ, ഒരു സ്ഥലം പോലും ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ സാധിക്കാത്ത സർക്കാരാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ സർക്കാർ. ഈ മാനദണ്ഡങ്ങൾ നിലനിൽക്കെ എയിംസ് കിട്ടിയില്ല. തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേപോലെയാണ് എയിംസ് അനുവദിക്കാമെന്ന് പറഞ്ഞത്. തമിഴ്നാട്ടിൽ അവർക്കത് പാലിക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് കേരളത്തിൽ സാധിക്കുന്നില്ല? സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് മിനിമം വേണ്ട 3 സ്ഥലങ്ങളെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ എയിംസിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഒരു സ്ഥലം പോലും 200 ഏക്കർ എന്നുള്ള ഒരു പട്ടികയിലേക്ക് പിണറായി വിജയൻ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള കേരളത്തിലേക്ക് കടലാമയെങ്കിലും തന്നല്ലോ ഭഗവാനെ എന്നാണ് ഇവിടുത്തെ സാധാരണക്കാർ വിചാരിക്കുന്നത്. മനസ്സിലായോ? ഈ കേരളത്തെ താങ്ങി നിർത്തുന്നത് ആരാ? ഏതാണ്ട് 3.2 ലക്ഷം കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ കേരളത്തിലേക്ക് തന്നത് നരേന്ദ്രമോദിയാണ്. കണക്കാണ് പറയുന്നത്. അതായത് ഏതാണ്ട് ഒരു വർഷം 30,000 മുതൽ 35,000 കോടി രൂപ വരെ ഈ കേരളത്തെ രാഷ്ട്രീയം നോക്കാതെ, കൊടി നോക്കാതെ, പിണറായി വിജയനാണോ എന്ന് നോക്കാതെ, VD സതീശൻ മോദിയെ പറയുന്ന തെറി എന്താണെന്ന് കേൾക്കാതെ, മറ്റൊന്നും നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, നിങ്ങൾ പറയുന്നല്ലോ ഭയങ്കര വർഗീയ ശക്തിയാണെന്ന്, അതാരാന്നൊക്കെ ഞങ്ങൾ കണ്ടതാണ്. ആ മോദിജി ഏതാണ്ട് ഒരു വർഷം 30,000 മുതൽ 35,000 കോടി രൂപ വരെ ഈ കേരളത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ, എന്താണ്, ജീവവായു അവശേഷിപ്പിക്കാൻ, അല്ലെ കേരളം മുങ്ങിപ്പോകും. ഈ അറബിക്കടലിൽ കടക്കണി കാരണം 4.5 ലക്ഷം കോടി രൂപയുടെ കടത്തിലാ കേരളം. ആ കേരളത്തെ താങ്ങി നിർത്തുകയാ. അരി തന്ന് യുവാക്കൾക്ക് തൊഴിൽ, സ്കിൽ ഡെവലപ്മെന്റ്, സ്റ്റാൻഡപ്പ് പദ്ധതി എത്ര പേർക്ക് ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്ന യുവാക്കളുടെ കണക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഞാൻ പറയാം കണക്ക്. ഇവിടെ തൊഴിലില്ലാത്ത യുവാക്കൾ കേരളത്തിൽ എത്രയാണെന്നോ? 29.9% ഇവിടെ. അതായത് ദേശീയ ശരാശരിയേക്കാൾ 10.2% കേരളത്തിൽ തൊഴിലില്ലാത്ത യുവാക്കളുടെ കണക്ക്. എഴുതി വെച്ചോ. അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ 12.5% രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ മദ്യവർജനം എന്ന് പറയും. ഇവിടെ തുടങ്ങിയ ബാറുകളുടെ എണ്ണം ഞാൻ പറയാം. 718 നിന്ന് 836 ബാറാക്കി ശ്രീമാൻ പിണറായി വിജയൻ ഉയർത്തി. ആരെ നന്നാക്കാന്? ഇവിടുത്തെ സ്ത്രീകളെ നന്നാക്കാനാണോ? ബാറിന്റെ സമയം കൂട്ടി. മറ്റേത് 9 മണിക്കെങ്കിലും വീട്ടിലെത്തുമായിരുന്നു. വെള്ളം അടിച്ച് വഴിയൊക്കെ മനസ്സിലായി ഭിത്തിയെ പിടിച്ചാണെങ്കിലും 9 മണിക്ക് വീട്ടിലെത്തുന്ന നമ്മുടെ വീട്ടിലെ ചേട്ടന്മാര് ഇപ്പൊ ബാറിന്റെ മുന്നിൽ കിടന്ന് ഉറങ്ങി എണീറ്റ് പോയി. എന്താ? ബാറിന്റെ സമയം കൂട്ടി. വീട്ടിൽ പോകേണ്ട കാര്യമില്ല. 500 രൂപയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച്, ഒരു ദിവസം കിട്ടുമെന്ന് വിചാരിച്ചെടുത്ത് ഇന്ന് അതുമില്ലാത്ത രീതിയിൽ ഇവിടെ സ്ത്രീകൾ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുക. എന്താണ് സ്ത്രീകളെ കുറിച്ച് നിങ്ങളുടെ ഗവൺമെന്റിനുള്ള കാഴ്ചപ്പാട്? അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം? ബാറുകളുടെ എണ്ണം കൂട്ടി. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇവിടെ ഗുണ്ടാ കൊലപാതകങ്ങൾ ഇങ്ങനെ പോണ വഴിക്കാ പിടിച്ചു വലിച്ചിട്ട് വെട്ടിക്കൊല്ലുന്നത്. 1015 കൊലപാതകങ്ങൾ. ആരാ? പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി. 3 വർഷത്തിൽ 1015 കൊലപാതകങ്ങളാ ഈ കേരളത്തിലുണ്ടായത്. അത് കുറ്റകൃത്യ നിരക്ക് അതിന്റെ തൊട്ട് പിറകിലായിരുന്നു. ആര്? ഇവര് കോൺഗ്രസ് ഭരിച്ച സമയത്ത് വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. പിന്നെ കരുവന്നൂര് 300 കോടി, കണ്ടല 101 കോടി, മൈലപ്ര 70 കോടി. സാധാരണക്കാരന്റെ സമ്പാദ്യം കൊള്ളയടിക്കപ്പെട്ടത്. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ 5.62 കോടി രൂപയുടെ തട്ടിപ്പ് ED അന്വേഷണം വന്നു. പരസ്യത്തിനായി പറയട്ടെ 25.91 കോടി. നവകേരള സദസ്സിന് 2.86 കോടി. ലോക കേരള സഭയ്ക്ക് 2.5 കോടി. കിഫ്ബി പരസ്യങ്ങൾക്ക് 115 കോടി. ഇല്ലേ? ഇവിടെ UDF പരസ്യങ്ങൾക്കായി എത്രയായിരുന്നു ചെലവാക്കിയിരുന്നത്? 68.12 കോടി. ഇല്ലേ?
ഇവർ രണ്ടും വ്യത്യാസമില്ല. Yes, ഈ yes, yes. കണക്കുകൾ എന്താ പറയുന്നത്? ഈ കണക്കുകൾ പറയുന്നത് ഇവിടെ എന്തെങ്കിലും വികസന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാൻ അനുവദിക്കണം. ജൽ ജീവൻ മിഷൻ പദ്ധതി ഇവിടെ ഇപ്പോഴും 31 ലക്ഷം വീടുകൾക്ക് കുടിവെള്ള പദ്ധതി കിട്ടിയിട്ടില്ല. എന്താണ് ഇവിടെ? അതിൻ്റെ 51% മാത്രമേ ഇവിടെ ഈ സർക്കാർ പൂർത്തിയാക്കിയിട്ടുള്ളൂ. കേന്ദ്രം നൽകാഞ്ഞിട്ടല്ല, കേന്ദ്രം ഒന്നും നൽകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ 3578 കോടി രൂപ കരാറുകാർക്ക് കുടിശ്ശിക വരുത്തിയിരിക്കുക. ആര്? ഈ ഗവൺമെന്റ്. അതുകൊണ്ട് 31 ലക്ഷം വീടുകളിലേക്ക് ഈ തൃപ്പൂണിത്തറയിൽ നമ്മളൊന്ന് അന്വേഷിച്ചാൽ എത്ര വീടുകളിൽ ജൽജീവൻ പദ്ധതി എത്തിച്ചിട്ടുണ്ട്? ശ്രീ കെ ബാബു MLA എത്ര വീടുകളിൽ ജൽജീവൻ പദ്ധതി എത്തിച്ചിട്ടുണ്ട്? നിങ്ങൾ പറയണം കണക്ക്.